Hello friends, welcome to my YouTube channel Haru and Tanu. ചെടികളിൽ ഉണ്ടാകുന്ന കീടങ്ങളെയും അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികളെയും ഒക്കെ അകറ്റാനായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുന്ന വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു വെളുത്തുള്ളി മിശ്രിതമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഈ ഒരു മിശ്രിതം തയ്യാറാക്കാനായിട്ട് ഒരു വെളുത്തുള്ളി നമുക്ക് എടുക്കാം. അതിൻ്റെ തൊലിയോട് കൂടി തന്നെ നമുക്കൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളമൊഴിച്ച് നമുക്ക് മിക്സിയിലിട്ട് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അങ്ങനെ വെളുത്തുള്ളി കുറച്ച് വെള്ളമൊഴിച്ച് മിക്സിയിലിട്ട് നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ബാർ സോപ്പാണ്. ബാർ സോപ്പിൻ്റെ ഇതുപോലെ ചെറിയൊരു കഷ്ണം നമുക്ക് മുറിച്ചെടുക്കാം. കണ്ടോ, ഇത്രയും സൈസിലുള്ള ഒരു ബാർ സോപ്പ് നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. ഈ ഒരു ബാർ സോപ്പ് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ അലിയിപ്പിച്ചെടുക്കണം. ഈ ഒരു കഷ്ണം ബാർ സോപ്പ് അലിയിപ്പിച്ച വെള്ളമാണിത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് വേപ്പെണ്ണയാണ്, അഥവാ നീം ഓയിൽ. ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ നീം ഓയിൽ നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. 10 ml വേപ്പെണ്ണ നമുക്ക് സോപ്പ് അലിയിപ്പിച്ച വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി അരച്ചത് കൂടി നമുക്ക് ഈ ഒരു മിശ്രിതത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു അരിപ്പയിലൂടെ വേണം വെളുത്തുള്ളി അരച്ചത് ചേർത്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ ചെടികൾക്ക് തളിക്കാനായിട്ടുള്ള വെളുത്തുള്ളി മിശ്രിതം ഇവിടെ റെഡിയാണ്. വെളുത്തുള്ളി മിശ്രിതം ഒഴിക്കുന്ന സമയത്ത് നല്ല ഫൈനായിട്ടുള്ള ഒരു അരിപ്പയിലൂടെ 1-2 പ്രാവശ്യം ഒന്ന് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഈ ഒരു മിശ്രിതം നമ്മൾ ചെടികളുടെ ഇലയിലാണ് തളിച്ചു കൊടുക്കുന്നത്. അതൊരു സ്പ്രേയറിലൂടെയാണ് തളിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്പ്രേയറിലൂടെ അടിക്കണം എന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ തരികൾ പാടില്ല. അപ്പോൾ തരികളൊക്കെ മാറ്റാനായിട്ടാണ് നമ്മൾ ഇതുപോലെ 1-2 പ്രാവശ്യം അരിച്ചെടുക്കുന്നത്. ഒരു ഈർക്കിലിയോ ചെറിയൊരു കമ്പോ ഉപയോഗിച്ച് നമുക്കിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ചെടിയിൽ ഇതൊന്ന് തളിച്ചു കൊടുക്കാം. അതെങ്ങനെയാണെന്ന് കാണാം. നമ്മുടെ ഗാർഡനിലുള്ള ഏതൊരു ചെടിക്കും ഇത് തളിച്ചു കൊടുക്കാവുന്നതാണ്. കണ്ടോ, ഈ ഒരു കോവലത്തിൽ ചെറിയ പ്രാണികളും അതുപോലെ തന്നെ കീടങ്ങളും ഒക്കെ വന്നിട്ട് നീരൂറ്റി കുടിക്കുന്നത് പതിവാണ്. നമ്മൾ ഈ കോവലം നോക്കുകയാണെങ്കിൽ അതിൽ ചെറിയ ചെറിയ പ്രാണികൾ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾക്ക് ആരോഗ്യക്കുറവും അതുപോലെ തന്നെ അതിലുണ്ടാകുന്ന കായ്കൾക്ക് ആരോഗ്യക്കുറവ് കാണാറുണ്ട്. ചെടിയുടെ ഇലകളൊക്കെ ചുരുണ്ടു പോകുന്നു, അതുപോലെ തന്നെ തലയൊക്കെ മുരടിച്ചു പോകുന്നു. അങ്ങനെ പല ലക്ഷണങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പറ്റിയ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പോംവഴിയാണ് വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതം. ഈ ഒരു വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതം തളിക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചെടിയിലുള്ള കായ്കളൊക്കെ തന്നെ നമുക്ക് പറിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു മിശ്രിതം തളിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, സൂര്യൻ്റെ ചൂടില്ലാത്തൊരു സമയത്ത് വേണം ഇത് തളിക്കാനായിട്ട്. രാവിലെയോ അതുപോലെ തന്നെ വൈകുന്നേരമോ നമുക്കിത് തളിക്കാവുന്നതാണ്. ഈ ഒരു മിശ്രിതം തളിക്കുന്നതിന് മുൻപായിട്ട് ഞാനിപ്പോൾ ഇവിടെ കോവയ്ക്കയെല്ലാം പറിച്ചെടുക്കുകയാണ്. നമ്മൾ ചെടിയൊക്കെ നടുന്ന സമയത്ത് ഇത്തരം ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ആഴ്ചയിൽ 2 പ്രാവശ്യം ഈ ഒരു വെളുത്തുള്ളി മിശ്രിതം നമുക്ക് ചെടികളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. ഈ ഒരു വെളുത്തുള്ളി മിശ്രിതം നന്നായിട്ട് അരിച്ചതിന് ശേഷം ഒരു സ്പ്രേയറിലേക്ക് നമുക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇത് തളിച്ചു കൊടുക്കാം. ചെടികളുടെ ഇലയിൽ നല്ലവണ്ണം പറ്റുന്ന രീതിയിൽ നമുക്കിത് തളിച്ചു കൊടുക്കാം. ഇലയുടെ അടിയിലൊക്കെ കീടങ്ങളെ കാണുകയാണെങ്കിൽ ഇലയൊന്ന് പൊക്കിയതിന് ശേഷം ഈ ഒരു മിശ്രിതം നമുക്ക് തളിച്ചു കൊടുക്കാം. നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നിയ ഒരു പൊടിക്കൈയാണ് വെളുത്തുള്ളിയും അതുപോലെ തന്നെ വേപ്പെണ്ണയും കൊണ്ടുള്ള ഈ ഒരു മിശ്രിതം. ചെടികളിൽ ഈ ഒരു മിശ്രിതം ഒന്ന് തളിച്ചു നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ പറയണം. ഇതിന് മുൻപായിട്ട് ചെടികളിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന പല ടൈപ്പിലുള്ള ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് അതുപോലെ തന്നെ ഓർഗാനിക് ആയിട്ടുള്ള മാനുവൽ ഇതിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് ആ വീഡിയോ ഒക്കെ കാണാവുന്നതാണ്. ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമ്മുടെ പച്ചക്കറി ഉണ്ടാകുന്ന ചെടികളിൽ മാത്രമല്ല, പൂക്കൾ ഉണ്ടാകുന്ന ചെടികളിലും ഇത്തരം കീടങ്ങളുടെ ശല്യം നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതിനും നമുക്ക് ഈ ഒരു മിശ്രിതം തളിച്ചു കൊടുക്കാവുന്നതാണ്. പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾക്കും നീരൂറ്റി കുടിക്കുന്ന പ്രാണികളുടെ ശല്യം കാണാറുണ്ട്. അപ്പോൾ ആ ചെടികൾക്കും നമുക്ക് ഈ ഒരു മിശ്രിതം തളിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ മുല്ലയ്ക്കും അതുപോലെ തന്നെ അഡീനിയത്തിനും ഒക്കെ ഈ ഒരു മിശ്രിതം തളിച്ചു കൊടുക്കാൻ പോവുകയാണ്.
മുല്ലയിലും അഡീനിയത്തിലും ഒക്കെ മൊട്ടിടുന്ന സമയം തൊട്ട് ചെറിയ പ്രാണികൾ വന്ന് അതിനെ നീര് ഊറ്റി കുടിച്ച് അതിൻ്റെ മൊട്ട് തന്നെ താഴെ വീണു പോകുന്നതായിട്ട് പലപ്പോഴും കാണാറുണ്ട്. അത്തരം കീടങ്ങളിൽ നിന്ന് നമ്മുടെ ചെടികളെ രക്ഷിക്കാനായിട്ട് ഈ ഒരു പൊടിക്കൈ വളരെ എഫക്റ്റീവാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ചെടികൾക്ക് ഈ ഒരു പൊടിക്കൈ ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ പറയണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് തനു. ബൈ.